നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഒരു നിശബ്ദ വിപ്ലവം സൃഷ്ടിച്ച മഹാനായിരുന്നു യശശരീരനായ PN പണിക്കർ. ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഉണർവുണ്ടാക്കിയ PN പണിക്കരുടെ ജീവിതം പുതുതലമുറ മാതൃകയാക്കേണ്ടതാണ്. ഒരു പുരുഷായുസ് മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനത്തിനായി സ്വയം സമർപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. വായനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ PN പണിക്കരുടെ ഗൃഹത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ മുത്തച്ഛനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെപ്പറ്റി അറിയണമെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള സർവ്വ ഗ്രന്ഥശാലകളെയും ഓടി നടന്ന് ഒരുമിച്ച് ആക്കി അതിനെ ഒരു സംഘടനാ രൂപത്തിലാക്കുകയും കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം പടുത്തുയർത്തിയത് പോലും അദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നീലമ്പേരൂർ വില്ലേജിൽ നിന്ന് കോട്ടയം മാമൻ മാപ്പിളയുടെ മനോരമ ഓഫീസ് വരെ നടന്നു ചെന്ന ബുക്കുകൾ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ദിനപത്രം വാങ്ങിക്കൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ആൽമരത്തിന് ചുവട്ടിലിരുന്ന് നാട്ടുകാരെ വായിച്ചു കേൾപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത്രയേറെ വായനയെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുമായിരുന്നു, ഇപ്പോൾ അലമാരയിൽ തടവറയിലിരിക്കുന്ന ആത്മാക്കളാണ് പുസ്തകങ്ങളെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇന്ന് അദ്ദേഹം ചെയ്തു വച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് നടക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടകമായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലി തന്നെയായിരുന്നു. കാൻഫഡ് എന്ന പ്രസ്ഥാനം വയോജന വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള അറ്റംപ്റ്റുകൾ, അതുപോലെ സംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ന് നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള പല പ്രസ്ഥാനങ്ങളും നടക്കുന്നതിൻ്റെ ആദ്യ കാൽവെപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി. നോൺ ഫോമൽ എഡ്യൂക്കേഷൻ, വയോജന വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളിലും അദ്ദേഹം ഒരു മാതൃക തന്നെയായിരുന്നു. അദ്ദേഹം വെട്ടിത്തെളിച്ച വഴിയിൽ കൂടിയാണ്, ആ പാതയിൽ കൂടിയാണ് ഇന്ന് കേരളം ഇത്രയേറെ സാംസ്കാരികമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെയേറെ പുസ്തകങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് PN പണിക്കർ എന്ന് മാത്രം, അല്ലെങ്കിൽ പുതുവായിൽ എന്ന് മാത്രമൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഫുൾ സ്റ്റോറി നിങ്ങൾക്ക് ലഭ്യമാവും. അതുകൊണ്ട് മൊത്തത്തിൻ്റെ ആത്മാവിന് മുമ്പിൽ ഞാൻ പ്രണമിച്ചുകൊണ്ട് വാക്കുവെച്ചു. അക്ഷരത്തിൻ്റെ വെളിച്ചത്തിലൂടെ മാത്രമേ ഒരു നാടിനെയും ജനതയെയും സാംസ്കാരിക ഭിന്നതയിലേക്ക് നയിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ ലക്ഷ്യത്തിനു വേണ്ടി ത്യാഗനിർഭരനായി ജീവിച്ചു. കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് വായിച്ചു വളരാനും ചിന്തിച്ച് വിവേകം നേടാനും ജനങ്ങളെ ഉത്ഭുതരാക്കി. എൻ്റെ പേര് വത്സലകുമാരി. സനാതനധർമ്മ ഗ്രന്ഥശാലയുടെ ലൈബ്രറിയനാണ്. എൻ്റെ മുത്തച്ഛനാണ് PN പണിക്കർ. വായനയുടെ വളർത്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മഹത് വ്യക്തിയാണ് PN പണിക്കർ. അദ്ദേഹം ജനിച്ചത് നീലമ്പേരൂരിലാണ്. 1909 മാർച്ച് 1 ജനിച്ചു. 1995 ജൂൺ 19 അദ്ദേഹം നിര്യാതനായി. ജൂൺ 19 കേരളത്തിൽ ഇപ്പോൾ വായനാ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ വായനശാലയാണ് നീലമ്പേരൂരിലുള്ള സനാതന ധർമ്മ ഗ്രന്ഥശാല. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ 67 ഇത് A ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന ഒരു വായനശാലയാണ്. അദ്ദേഹം ഇവിടെ ജനിക്കുകയും വളരുകയും ചെയ്ത് LP സ്കൂളിൽ പഠിക്കുകയും അവിടെ അധ്യാപകനായി ജോലി നോക്കുകയും ചെയ്തതിന് ശേഷം ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് അമ്പലപ്പുഴയ്ക്ക് സ്ഥലം മാറിപ്പോവുകയും അവിടെ നിന്ന് വിവാഹിതനാകുകയും അവിടെ RK മെമ്മോറിയൽ എന്ന വായനശാല സ്ഥാപിക്കുകയും ചെയ്തു.
കുട്ടനാട്ടിൽ ലൈബ്രറി കൗൺസിൽ രൂപീകരിക്കുകയും അമ്പലപ്പുഴയിൽ നിന്ന് നമ്പരിട്ട് ലൈബ്രറി കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പറിട്ട് വന്നപ്പോൾ ആദ്യം സ്ഥാപിച്ച ഈ വായനശാലയ്ക്ക് 67ാമത്തെ നമ്പറാകുകയും അമ്പലപ്പുഴയിലെ വായനശാല 1ാം നമ്പറായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് ആ വായനശാലയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. PN ഫൗണ്ടേഷൻ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. അതിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നു. അതിൽ വൈസ് ചെയർമാനായി PN പണിക്കരുടെ മൂത്ത മകൻ PN ബാലഗോപാൽ പ്രവർത്തിക്കുന്നു. ചെയർമാനായി പന്ന്യൻ രവീന്ദ്രനാണ് പ്രവർത്തിക്കുന്നത്. സനാതനധർമ്മം എന്നുള്ള വാക്ക് തന്നെ നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും പ്രധാനമന്ത്രിയാണ് അതിൻ്റെ സംഘാടകനായി വന്ന് എറണാകുളത്ത് വെച്ച് PN ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്തത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടി PN ഫൗണ്ടേഷൻ അവർക്ക് സ്കോളർഷിപ്പുകൾ നൽകി അവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വീടുകൾ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. PN പണിക്കർക്ക് 7 മക്കളായിരുന്നു. 2 കുട്ടികൾ മരിച്ചുപോയി. ഇപ്പോൾ 5 പേര് നിലവിലുണ്ട്. അതിൽ PN ബാലഗോപാൽ മൂത്ത പുത്രനും ഇളയാൾ കൃഷ്ണകുമാർ കിടങ്ങൂർ താമസിക്കുന്നു. പിന്നെ സുമംഗല, ലീല ഇവരെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മക്കളാണ്. ഇവർ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ആദ്യം സ്ഥാപിച്ച വായനശാലയാണ് സനാതനധർമ്മ വായനശാല. ഇത് A ഗ്രേഡിൽ പ്രവർത്തിക്കുന്നു. എല്ലാ മാസവും ഏതെങ്കിലും പരിപാടികൾ, ഏതെങ്കിലും ദിനങ്ങളെ ആസ്പദമാക്കി കുട്ടികളുടെ ബാലവേദി, വയോജനവേദി, വനിതാവേദി ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ ഈ വായനശാലയിൽ നടക്കുന്നു. മാസത്തിലൊരിക്കൽ ഏതെങ്കിലും പരിപാടികൾ ഈ വായനശാലയിൽ നടക്കുന്നുണ്ട്. ജൂൺ 19 മുതൽ സെപ്റ്റംബർ വരെ സ്കൂളുകളിൽ നിന്ന് കുട്ടികളും അധ്യാപകരും വന്ന് ഭവനവും ഈ വായനശാലയും സന്ദർശിച്ചു പോകുന്നുണ്ട്.